സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ശരി, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായി. നല്ല ശ്രീനാരായണീയർ കേരളത്തിലില്ലാതെ പോയതിൻ്റെ ആ നഷ്ടം നികത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി. ഹൈക്കോടതി വെള്ളാപ്പള്ളിയോട് ആവശ്യപ്പെട്ടു, നിനക്ക് പോകാം, പുറത്താക്കി. SNDP ജനറൽ സെക്രട്ടറി ജനറൽ പദവിയിൽ നിന്ന് ഹൈക്കോടതിക്ക് നീക്കേണ്ടി വന്നു. കഴിഞ്ഞ 10-30 വർഷമായിട്ട് SNDP എന്ന പ്രസ്ഥാനത്തെ, മഹത്തായ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ഈ SNDP, അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ഉണ്ടാക്കിയ നാരായണ ഗുരുവിനെ നോക്കുകുത്തിയാക്കി ഈ കള്ള് കച്ചവടക്കാരനായ തെമ്മാടി നമ്മുടെ വെള്ളാപ്പള്ളി എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്തത് SNDP? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതായത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ആരാണോ അതിന് എതിര്, മദ്യത്തിന് എതിര്, ആ മദ്യത്തിന് എതിരായ ഒരു സംഘടന ഉണ്ടാക്കിയ, ജാതി വേണ്ട എന്നും ഏത് ജാതിയായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മദ്യം വിഷമാണ്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ തത്വസംഹിതകളാണ് നടപ്പാക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ പകർപ്പാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ, വിഡ്ഢിത്തം പറഞ്ഞ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയും കൂടെ ഇവിടെ ഉണ്ട് കേരളത്തിൽ. പിണറായി വിജയൻ പറഞ്ഞാണ് ഒരു പ്രാവശ്യം, 1 വർഷം ആയില്ലേ ഇപ്പോൾ. ശ്രീനാരായണന്റെ അതേ പതിപ്പാണ്. ശ്രീനാരായണൻ നിന്ന് കള്ളക്കച്ചവടമായിരുന്ന, അതേ പലിശയ്ക്ക് കൊടുപ്പായിരുന്ന, വട്ടിപ്പലിശയ്ക്ക് കൊടുപ്പും കള്ളു കച്ചവടവും ചെയ്ത് ആ ചീർത്തിരിക്കുന്ന അയാളുടെ ആ മുഖവും അയാളുടെ വയറും കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത്ര ചെറ്റിയായ ഒരു മനുഷ്യനെ SNDP-യുടെ സെക്രട്ടറി ജനറലാക്കി ഇത്രയും വർഷം ഈഴവ സമുദായം സഹിച്ചില്ലേ? എന്തായാലും ശരി, ഇത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണിത്. അപ്പോൾ അവസാനം ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു, കേസുമായിട്ട് പോയിട്ട്. അപ്പോൾ ഇത്ര അത് അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഇയാൾ, SNDP എന്ന പ്രസ്ഥാനം. ഈഴവ സമുദായത്തിന് ഇയാളെ കൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്? പാവപ്പെട്ട ഈഴവനൊന്നും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ നേട്ടമുണ്ടായി അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നവനും കള്ളു കച്ചവടക്കാരനും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുള്ള എല്ലാ കള്ളു കച്ചവടക്കാരും എന്ന് പറയുന്നത് കൂടുതലും വെള്ളാപ്പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ പൈസക്കാരായ ചില ഈഴവ പ്രമാണിമാരാണ്. അല്ല സാധാരണക്കാരനായ പാട്ട ഈഴവൻ എന്ത് ഗുണമുണ്ടാക്കി ഇയാൾ? നിങ്ങൾ ഏതെങ്കിലും പിന്നെ SN കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഹോസ്പിറ്റലിലോ SN ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ശങ്കറിന്റെ കാലത്താണ്, R ശങ്കറിന്റെ കാലത്താണ്. അല്ല, ഈ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം അയാൾക്കുണ്ടാക്കി, അയാളുടെ ഭാര്യയ്ക്കുണ്ടാക്കി, അയാളുടെ മകനുണ്ടാക്കി, അയാളുടെ മരുമക്കുണ്ടാക്കി, അയാളുടെ അളിയന്മാർക്കുണ്ടാക്കി. അല്ലാതെ അയാൾ പാവപ്പെട്ട ഈഴവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ശരി, നല്ല ഒരു കാര്യം ഇത്രയും വർഷത്തിനിടയിൽ ഒരു നന്മ ചെയ്തു ഹൈക്കോടതി. അത് നമുക്ക് യാതൊരു കാരണവശാലും മറക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു ചെറ്റയെ പിടിച്ച് SNDP-യുടെ സെക്രട്ടറി ജനറലാക്കി ഇരുത്തി ഇത്രയും നാൾ ഇവർ സഹിച്ചില്ല ഈഴവ സമുദായം. കാരണം അവർക്ക് അതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. ജനങ്ങൾ പ്രതികരിക്കണം, ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാലേ ഇവിടെ എന്തൊരു മാറ്റം ഉണ്ടാവുള്ളൂ. എന്തായാലും ശരി, കുറച്ച് വ്യക്തികൾ അതിലുള്ള SNDP-യിൽ നേരത്തെ പ്രവർത്തിച്ച നേതാക്കന്മാരിലൊരു വിഭാഗം ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതിൻ്റെ ബേക്കിൽ പോയി എന്തായാലും അയാളെ പുറത്താക്കി. ഇനിയെങ്കിലും ഈ കള്ളുകച്ചവടം ചെയ്യാത്ത, വർഗീയതയില്ലാത്ത മനുഷ്യന്മാർ നന്നായാൽ മതി. മതമേതോ വായിക്കേണ്ട പോട്ട്, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മനുഷ്യരായിട്ട് നിങ്ങൾ ആദ്യം കണക്കാക്കുക. അവരെ നിങ്ങൾ മനുഷ്യരായിട്ട് കണക്കാക്കണം. ജാതീയമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ജാതി പറയുന്നിടത്ത് നിങ്ങൾ ജാതി പറയുക. നിങ്ങൾക്ക്, അതായത് ഈഴവ സമുദായത്തിന് ആയാലും ശരി, ഹിന്ദു സമുദായത്തിനായിരുന്നാലും ശരി, ദളിതന്മാർക്കായിരുന്നാലും ശരി, അവർക്ക് അവകാശപ്പെട്ടത് ഗവൺമെന്റുകൾക്ക് കൊടുക്കാമല്ലോ, നിയമപരമായിട്ട് കൊടുക്കാമല്ലോ. പിന്നെ അതിനുവേണ്ടി അവിടെ ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്തൊക്കെയോ നേടി, വേറെ ആരും ഒന്നുമല്ല. മുസ്ലിങ്ങൾ എന്തോ നേടി. മുസ്ലിങ്ങൾ എന്തെങ്കിലും നേടിയെങ്കിൽ മുസ്ലിം നേതാക്കന്മാരെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്താണ് നേടിയത്? ഗവൺമെന്റിന്റെ റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിച്ച്
ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമുദായങ്ങൾക്ക് അനർഹമായ രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാമല്ലോ, നിയമപരമായിട്ട് തന്നെ പിടിക്കാമല്ലോ. ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുത്ത ഗവൺമെന്റ് കേരളത്തിൽ ഇരിക്കുകയില്ലേ, അതിന് ഈ വർഗീയ വിഷം വമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അതായത് ഇവിടെ പാരമ്പര്യമായിട്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ചു പോകുന്നവരാണ്. പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദത്തിലും വെറുപ്പും വിദ്വേഷമില്ല നല്ല അന്തരീക്ഷത്തിൽ പോകുന്നതല്ലേ ഈ സംഘപരിവാർ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. അത് വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാര് അവര് തീട്ടവും മൂത്രവും കുടിച്ച് നടക്കുന്നവർക്ക് ബോധം വല്ലതും ഉണ്ട്, അവർക്ക് വല്ല വിവരമുണ്ട്. അപ്പൊ അവരെ നമ്മൾ നോക്കണ്ട. നമ്മുടേതായ പാരമ്പര്യം, കേരളത്തിന്റെ പാരമ്പര്യം എന്താണ്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എന്തെങ്കിലും തർക്കമോ വഴക്കോ ബഹളമോ എന്തെങ്കിലും ഭിന്നതയോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി സംസാരിക്കാമല്ലോ. അത് എന്തുകൊണ്ട് അത് പാടില്ല? അല്ലാതെ നമ്മൾ വെറുതെ വർഗീയ വിഷം ഒപ്പിച്ച് വെറുപ്പ് കൊണ്ട് നടന്നാൽ മനുഷ്യന്മാർക്ക്, അതായത് ഒന്നെന്ന് പറയുന്നത് വെള്ളാപ്പള്ളിക്ക് ഇത്രയും വയസ്സായി, മരിക്കാനിരിക്കുകയാണ് അയാൾ മരിക്കുന്ന സമയത്ത് ആളുകൾ പറയാൻ പാടില്ല, അതായത് ഒരു മാരണ ഒഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. നല്ലത് പറയണം. ഇയാളൊന്നും എന്താണ് ചിന്തിക്കാത്തത്? മരണത്തെപ്പറ്റി മനുഷ്യന്മാർ എപ്പോഴും ചിന്തിച്ചിരിക്കണം. അത് നമ്മുടെ ചിന്തയിൽ വേണം. കാരണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മരിച്ചിരിക്കും. ചിലപ്പോൾ ഇന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, നാളെ രാവിലത്തേക്ക് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കില്ല. മരണം ചിലപ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കുന്നത്. അതുകൊണ്ട് ആ മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം, സൽപ്രവൃത്തികൾ ചെയ്യണം, മനുഷ്യന് ഗുണം ചെയ്യണം, മനുഷ്യന് നന്മ ചെയ്യണം, മനുഷ്യനെ സ്നേഹിക്കണം. അകൽക്കാരനായിരുന്നാലും ശരി, അന്യരായിരുന്നാലും ശരി, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാനും, എല്ലാവരും സൗഹാർദ്ദത്തിനും സന്തോഷവും കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന്റെ രോഗം പകുതി മാറും. ഇന്നിപ്പോൾ ഹോസ്പിറ്റലുകൾ കേരളം അങ്ങോളം ഇങ്ങോളം ആവശ്യം പോലെയുണ്ട്. അനാവശ്യമായ ആഹാരമായിരുന്നാലും ശരി, അനാവശ്യമായ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടന്നാലും രോഗികളാവും. അപ്പോൾ മനുഷ്യൻ രോഗികളാകാതിരിക്കാൻ സന്തോഷത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയണം ജനങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ആഗ്രഹം തോന്നും. ഇത് നമ്മൾ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ഹിന്ദുവാണ്, മറ്റവൻ ക്രിസ്ത്യാനിയാണ്, യമൻ മുസ്ലിമാണ്, അവൻ്റെ അടുത്ത് പക വേണം, അവനെ നമ്മൾ വെറുക്കണം, അവൻ്റെ അടുത്ത് അവൻ നമ്മുടെ ശത്രുവാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ രോഗിയാണ്. കാര്യം അവൻ ഒന്ന് മനസ്സിന്റെ രോഗം, രണ്ടാമത് ശരീരത്തിന്റെ രോഗം, ഇതെല്ലാം ഉണ്ടാവും. അതില്ലാതിരിക്കണമെങ്കിൽ എല്ലാവരും നന്മ ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക, മനുഷ്യരെ പറ്റി നല്ലത് പറയണം. നല്ലത് പറയണമെങ്കിൽ ആളുകളെല്ലാം നല്ലവരാവണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകളെ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടില്ല, രോഗം കൊണ്ട് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എടുത്തു നോക്കി, ആരെ വേണമെങ്കിലും എടുത്തു നോക്കി, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന കൂടുതലും വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ. അവരുടെയൊക്കെ വീട്ടിൽ പോയാൽ കാണാം, ഒരു ബോക്സ് കാണും, നിറയെ മരുന്നായിരിക്കും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ വെറുപ്പും വിദ്വേഷവും നമ്മൾ കളയുക. എന്തായാലും ശരി, ഹൈക്കോടതി ചെയ്ത നല്ലൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഈഴവ സമുദായത്തിൽപ്പെട്ട നല്ല മാന്യന്മാരായ വിശിഷ്ട വ്യക്തികളെ നിങ്ങൾ ആ സ്ഥാപനത്തിൽ അതിൻ്റെ സെക്രട്ടറി ജനറലാക്കണം. കാരണം അത് മാത്രമല്ല, പാവപ്പെട്ട ഈഴവന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന നേതാക്കന്മാർ തന്നെ വരണം. അവരുടെ കയ്യിൽ പൈസയും അതും ഇതും ആവശ്യം പോലെ ഉണ്ടെങ്കിൽ നേതാക്കന്മാർ ആ പാവങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം നിങ്ങളുടെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഒരു ഭാഗം അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ആദ്യം നിങ്ങളുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം. അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്തു തുടങ്ങുന്ന തോന്നും മറ്റുള്ള സമുദായക്കാർക്കും കൊടുക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം, അങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു തോന്നല്, ഒരു ഉത്സാഹം നമുക്കുണ്ടാവണം. എന്തായാലും ശരി, ഹൈക്കോടതി ചെയ്ത നല്ല കാര്യമാണ്. അതിന് 100 സല്യൂട്ട് കൊടുക്കുകയാണ് ഹൈക്കോടതിക്ക്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈഴവ സമുദായം കൂടിയിരുന്ന് നല്ല വ്യക്തിയെ, അതായത് സമുദായത്തിന് ഗുണം ചെയ്യുന്ന, മൊത്തത്തിൽ നമ്മുടെ കേരളത്തിന് ഗുണം ചെയ്യുന്ന നല്ല ഈഴവ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അതിന് സെക്രട്ടറി ജനറൽ ആക്കണം. ഈ കള്ള് കച്ചവടക്കാരനെയും വട്ടിപ്പലിശക്കാരനെയും നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ നേതൃസ്ഥാനത്ത് ഇരുത്തരുത്. അവരെന്ന് പറയുന്നത് മാതൃകാ പുരുഷന്മാരായിരിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൽ അതിനെ വെറുക്കുന്ന, അതായത് കള്ള് കച്ചവടക്കാരൻ അതിന്റെ സെക്രട്ടറി ജനറൽ ആവുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിരോധാഭാസമാണ്. ഗവൺമെന്റിന്റെ ചെലവിൽ ഗവൺമെന്റ് ഫണ്ട് കൊടുത്ത് മൈക്രോ ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ വരെ വെട്ടിപ്പ് നടത്തി അതിന്റെ പേരിൽ എത്രയെങ്കിലും കേസുണ്ട് ഇയാൾ. അതായത് 99 കേസ് വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുണ്ട്. അതെല്ലാം ഇനി പുറത്തു വരണം. പുറത്ത് വന്ന് ഇയാൾ ഈ അവസാന കാലത്ത് ജയിലിൽ കിടക്കണം. അത് ജനങ്ങൾക്കൊരു മാതൃകയാണ്, ജനങ്ങൾക്കൊരു പാഠമാകണം ഇത്.
കാരണം അയാൾ അകത്ത് കിടക്കണം, ശിക്ഷ അനുഭവിക്കണം. കാരണം ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നാലും നേരത്തെ ഉണ്ടായിരുന്ന UDF ആയിരുന്നാലും ശരി, പല കാര്യങ്ങളിലും ഇയാൾ ഒരു സമുദായ നേതാവാണെന്നും പറഞ്ഞ് കണ്ണടയ്ക്കുമായിരുന്നു. അങ്ങനെ കണ്ണടയ്ക്കാൻ പാടില്ല. ഏത് നേതാവായിരുന്നാലും ശരി, അഴിമതി നടത്തിയിട്ടുണ്ടോ അവനൊക്കെ ജയിലിൽ തന്നെ പോകണം. എങ്കിലേ ജനങ്ങൾ പഠിക്കുള്ളൂ. അത് നമുക്കൊരു മാതൃകയാവും. അപ്പൊ വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്, അകത്ത് കിടക്കുകയാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ സമുദായങ്ങളെ ആദ്യം സ്വന്തം വീട് സ്നേഹിക്കുക, സ്വന്തം വീട് സ്നേഹിക്കുക, പിന്നെ ആ പ്രദേശത്തെ ആ ഗ്രാമത്തെ പിന്നെ സ്നേഹിക്കുക, എന്നിട്ട് ആ നാടിനെ സ്നേഹിക്കുക, സമുദായത്തെ സ്നേഹിക്കുക. എല്ലാ സമുദായങ്ങളോടും അതായത് യാതൊരു കാരണവശാലും നമുക്ക് വെറുപ്പ് പാടില്ല എന്നുള്ള ഒരു ദൃഢ നിശ്ചയം നമുക്കുണ്ടാവണം. കാരണം സന്തോഷമായിട്ട് ആളുടെ സൗഹൃദത്തിൽ കഴിയട്ടെ. അപ്പുറം ഇപ്പുറം ഉള്ള ഒരു വൈരാഗ്യവും ശത്രുതയുമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും അല്ല ഇന്ത്യയും ചൈനയായിട്ട് കിടക്കുന്ന പോലെ നേതാക്കന്മാർക്കൊന്നും യാതൊരു വൈരാഗ്യവും വിരോധമൊന്നുമില്ല. സാധാരണക്കാർ വൈരാഗ്യക്കാളും വിരോധികളാണ്. അങ്ങനെ ഒരു വിരോധവും വൈരാഗ്യവും ശത്രുതയും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കണമെന്നും മാതൃകാ പുരുഷന്മാരെ എപ്പോഴും നല്ല പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്തിരുത്തണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.